ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പ്രസ്താവിച്ചതോടുകൂടെ കേസ് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എന്നാൽ വിധിക്ക് ശേഷമുള്ള നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അതിജീവിതം നടത്തിയ പ്രതികരണവും കേസിലെ ഗൂഢാലോചന ആവർത്തിച്ചുകൊണ്ട് നടി മഞ്ജു വാര്യർ നൽകിയ പിന്തുണയും ഈ വിഷയത്തിലെ നിയമപരവും സാമൂഹികവുമായ സംവാദങ്ങൾക്ക് പുതിയ മാനം നൽകിയിരിക്കുന്നു. വിചാരണ കോടതിയിൽ നിന്നും തനിക്ക് നീതി നിഷേധം നേരിട്ട് വന്നു എന്ന് തുറന്നടിക്കുന്ന അതിജീവിതയുടെ വാക്കുകളും അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം എന്ന മഞ്ജു വാര്യരുടെ ഉറച്ച നിലപാടും കേവലം വ്യക്തിപരമായ പ്രതികരണങ്ങൾ എന്നതിലുപരി നീതിന്യായ വ്യവസ്ഥയോടുള്ള സാമൂഹികമായ ചോദ്യങ്ങളായി മാറുകയാണ്. ഒരു നിയമ പോരാട്ടത്തിന്റെ ഇരയായ വ്യക്തി തനിക്ക് നീതി നൽകേണ്ടിയിരുന്ന നീതിന്യായ സംവിധാനത്തെ, പ്രത്യേകിച്ച് വിചാരണ കോടതിയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുന്നു എന്നത് അസാധാരണമായ ഒരു സാഹചര്യമാണ്. അതിജീവിതയുടെ വാക്കുകൾ ഈ കേസിന്റെ നാൾ വഴികളെക്കുറിച്ചുള്ള ഗുരുതരമായ ചില ആരോപണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിധിയിൽ നിരാശ പ്രകടിപ്പിച്ചവരോട് തനിക്ക് അത്ഭുതമില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തന്റെ പ്രതികരണം ആരംഭിക്കുന്നത്. ഇത് വിചാരണാഘട്ടത്തിൽ താൻ നേരിട്ട അനീതിയുടെ ആഴം വ്യക്തമാക്കുന്നു. വിധിയിൽ തനിക്ക് അത്ഭുതമില്ലെന്ന് അതിജീവിത തറപ്പിച്ചു പറയുന്നതിന്റെ പ്രധാന കാരണം കേസിന്റെ തുടക്കം മുതൽ തനിക്ക് ചില അടിസ്ഥാനപരമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന ബോധ്യമാണ്. വെല്ലുവിളികൾക്കിടയിലും താൻ വെളിച്ചത്തിന്റെ ഒരു നേരിയ കണിക കാണുന്നുണ്ടോ എന്നും അതിനെ കെട്ടുകഥ എന്ന് പരിഹസിച്ചവർക്കുള്ള മറുപടിയായി ഇത് സമർപ്പിക്കുകയാണ് എന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. ഇത് കേവലം ഒരു വൈകാരിക പ്രതികരണമല്ല, മറിച്ച് വിചാരണാ നടപടികളിലുള്ള അവിശ്വാസം രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തളരാത്ത പോരാട്ട വീര്യത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. വിചാരണ കോടതിയിൽ തനിക്ക് വിശ്വാസമില്ലെന്ന് അത് ആവർത്തിക്കുന്നതിന് കാരണമായി അവർ പറയുന്ന ചില സംഭവങ്ങളുണ്ട്. ഓരോന്നും കേസിന്റെ ഗതിയെ കാര്യമായി സ്വാധീനിച്ചവയാണ്. കേസിലെ നിർണായകമായ തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന വിഷയത്തിൽ വസ്തുതാന്വേഷണ റിപ്പോർട്ട് ലഭിക്കാൻ വൈകിയത് ഗൗരവമേറിയ ഒരു വീഴ്ചയായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് തെളിവുകളുടെ സുരക്ഷയെയും വിശ്വാസത്തെയും ഗുരുതരമായ ചോദ്യം ചെയ്യുന്ന നടപടിയായിരുന്നു. വിചാരണ കോടതി ജഡ്ജിയെ മാറ്റണമെന്ന് താൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രതിഭാഗം അതിനെ ശക്തമായി എതിർക്കുകയും അതേ ജഡ്ജി തുടരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത സാഹചര്യം പക്ഷാപാതപരമായ നടപടികൾക്ക് ഉദാഹരണമായി അതിജീവിതം ഉന്നയിക്കുന്നു. ഇത് നീതിപീഠത്തിന്റെ നിഷ്പക്ഷതയെക്കുറിച്ച് അതിജീവിതയിൽ സംശയമുളവാക്കിയ ഒരു പ്രധാന സംഭവമാക്കി മാറ്റി. വിചാരണയ്ക്കിടെ പ്രോസിക്യൂട്ടർമാർ പക്ഷപാതപരമായ പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ച് ഒന്നിലധികം തവണ രാജിവെച്ചു പോയ സംഭവം കോടതിയുടെ നിഷ്പക്ഷതയെ തന്റെ വാദങ്ങൾ അടിവരയിടുന്ന തെളിവായി അവർ അവതരിപ്പിക്കുന്നു. പ്രോസിക്യൂഷൻ തന്നെ കോടതിയുടെ നടപടികളിൽ വിശ്വാസമില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് തുല്യമായിരുന്നു ഇത്. ഇത് അതിജീവിതയുടെ വാദങ്ങൾക്ക് ശക്തമായ നിയമപരമായ അടിത്തറ നൽകുന്നു. കുറ്റാരോപിതരിൽ ചിലരിലേക്ക് പോകുമ്പോൾ കേസിന്റെ സ്വഭാവത്തിൽ മാറ്റം സംഭവിക്കുന്നു എന്ന് അതിജീവിതയുടെ പരാമർശം ഏറെ ഗൗരവമുള്ളതാണ്. കേസിലെ 8ാം പ്രതിയായ ദിലീപിന്റെ സ്വാധീനമാണ് നിയമവാഴ്ചയെ അട്ടിമറിക്കുന്നത് എന്ന വ്യക്തമായ സൂചനയാണ് ഈ പരാമർശം നൽകുന്നത്. ഇതിലൂടെ സ്വാധീനമുള്ള വ്യക്തികൾക്ക് വേണ്ടി നിയമം വളച്ചൊടിക്കുന്നു എന്ന് അവർ നിസ്സംശയം ആരോപിക്കുന്നു. ഈ സംഭവങ്ങൾ ഓരോന്നും ഒറ്റപ്പെട്ട വീഴ്ചകളല്ല, മറിച്ച് വിചാരണാഘട്ടത്തിൽ നീതിയുടെ ദിശയെ തന്നെ മാറ്റാൻ ശേഷിയുള്ള വ്യവസ്ഥാപിതമായ പാളിച്ചകളാണെന്നാണ് അതിജീവിതയുടെ വാക്കുകൾ അടിവരയിടുന്നത്. അതിജീവിതയുടെ ഈ പോരാട്ടത്തിന് ധാർമ്മികമായ കരുത്തു പകർന്നുകൊണ്ടാണ് കേസിൽ ആദ്യമായി ഗൂഢാലോചന എന്ന ആരോപണം ഉന്നയിച്ച മഞ്ജു വാര്യർ തന്റെ പഴയ നിലപാട് ആവർത്തിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യമായി പൊതുസമൂഹത്തോട് പറഞ്ഞ വ്യക്തി എന്ന നിലയിൽ മഞ്ജു വാര്യരുടെ പ്രതികരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വർഷങ്ങൾക്കിപ്പുറവും തന്റെ മുൻ നിലപാടിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാതെ ഗൂഢാലോചനയുണ്ടെന്നുള്ള വാദം അവർ ആവർത്തിക്കുന്നു. കുറ്റം ചെയ്തവർ ആരായാലും അവർ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ടെന്ന് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന അവരുടെ വാക്കുകൾ കേവലം ഒരു വ്യക്തിയോടുള്ള ഐക്യദാർഢ്യം എന്നതിലുപരി സാമൂഹ്യ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക കൂടെയാണ് പങ്കുവയ്ക്കുന്നത്. അന്നും ഇന്നും എന്നും അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ നിലപാട് വ്യക്തമാക്കുന്നതിലൂടെ അതിജീവിതയുടെ അതികഠിനമായ പോരാട്ടത്തിന് വലിയ സാമൂഹികവും ധാർമ്മികവുമായ പിൻബലമാണ് മഞ്ജു വാര്യർ നൽകുന്നത്. ഇത് അതിജീവിതയുടെ ശബ്ദത്തിന് കൂടുതൽ വിശ്വാസത നൽകാനും പൊതുസമൂഹത്തിന്റെ പിന്തുണ ഉറപ്പിക്കാനും സഹായിക്കുന്നു. ഈ വ്യക്തിപരമായ പ്രതികരണങ്ങൾക്കപ്പുറം വിഷയം ഇപ്പോൾ ഒരു സാമൂഹിക ഐക്യദാർഢ്യത്തിന്റെ തലത്തിലേക്ക് വളർന്നിരിക്കുന്നു. അതിജീവിതയുടെ പോരാട്ടം വ്യക്തിപരം എന്നതിലുപരി ഒരു സാമൂഹിക വിഷയമായി മാറിയതിന്റെ വ്യക്തമായ സൂചനയാണ് അവർക്ക് ലഭിക്കുന്ന വ്യാപകമായ പൊതുജന പിന്തുണ. സാമൂഹിക മാധ്യമങ്ങളിലും പുറത്തും അവർക്ക് വേണ്ടി നടക്കുന്ന ഐക്യപ്പെടലുകൾ ഈ വിഷയത്തിൽ ഒരു പൊതുബോധം രൂപപ്പെടുത്തുന്നതിന്റെ തെളിവാണ്. ഇത് കേവലം സഹതാപ പ്രകടനങ്ങളല്ല, മറിച്ച് നീതിന്യായ വ്യവസ്ഥയുടെ സുതാര്യത ഉറപ്പുവരുത്തണമെന്ന സമൂഹത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ നാട്ടിൽ നീതി എപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന മട്ടിലാണ് അതിജീവിതയുടെ പോസ്റ്റ് എന്ന നിരീക്ഷണം ഏറെ പ്രസക്തമാണ്. ഇത് നീതിന്യായ വ്യവസ്ഥയിലുള്ള പൊതുജനവിശ്വാസത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ശോഷണമായാണ് പ്രതിഫലിക്കുന്നത്. അതിജീവിതയുടെ വാക്കുകൾ ഓരോ സാധാരണക്കാരന്റെയും ഉള്ളിലെ നീതിബോധത്തെ ചോദ്യം ചെയ്യുകയും ഉണർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിജീവിതയുടെ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ലെന്ന് വ്യക്തമാണ്. നിയമത്തിന്റെ വഴിയിൽ ഇനിയും മുന്നോട്ട് പോകുമെന്ന് അവർ പറയുമ്പോൾ ഈ കേസ് കേവലം ഒരു നിയമ പോരാട്ടം എന്നതിലുപരിയായി സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അലയൊലികൾ വരും നാടുകളിലും കേരളീയ സമൂഹത്തിൽ സജീവമായി തുടരും.